ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം നാട്ടൊക്കെ എഴുതിയത്. ബട്ട് എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഞാൻ ഇന്നും ലേറ്റായി എണീച്ചതുകൊണ്ട് അതങ്ങോട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വ്ളോഗ് ആഫ്റ്റർനൂൺ തൊട്ടിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ട്. അതിന് ശേഷമുള്ളൂ നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ. സോ ഞാൻ ബ്രഷ് ചെയ്യാനും ഫേസ് ക്ലീൻ ചെയ്യാനൊക്കെ നിന്നു കേട്ടോ. എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ആകെ മെസ്സിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ലഞ്ച് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ടാണ് നീച്ചിട്ടുള്ളത്, അതായത് ഉച്ചക്ക്. സോ അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടി. ആദ്യം തന്നെ ടേബിൾ ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ. ഒരുപാട് ടിഷ്യൂ, പിന്നെ അതുപോലെ തന്നെ തലേന്ന് മേടിച്ചിട്ടുള്ള ഡ്രിങ്ക് അതൊക്കെ ഉണ്ട്, അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഷെൽഫും അതേപോലെ അലങ്കോലമായിട്ട് കിടക്കാം കേട്ടോ. സോ ഞാനിത് ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്തെങ്ങാണ്ട് സെറ്റ് ചെയ്ത് ഇത് സെറ്റാക്കി കഴിഞ്ഞാലും നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഷെൽഫ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഓർഗനൈസർ ഇല്ല. സോ ഞാൻ ഈ നെക്സ്റ്റ് പുറത്ത് പോകുന്ന ടൈമിൽ ഒരു ഓർഗനൈസർ മേടിക്കുമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതാകുമ്പോൾ എല്ലാ സാധനങ്ങളും ആ ഒരു കറക്റ്റ് ഇതിലേ നിൽക്കുള്ളൂല്ലോ. കുറേ ആയിക്കണു ഒരു ജേർണലിങ് ചെയ്യണമെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതി നിൽക്കുന്നു. ഞാൻ 2026 സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതി നിൽക്കുന്നതിനും. സോ എൻ്റെ അടുത്ത് ഇപ്പോൾ ജേർണലിങ് ചെയ്യാൻ പറ്റിയ എന്താ പറയുക സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ആകെ 2-3 സ്റ്റിക്കേഴ്സിനുള്ളൂ. സോ അതുമാത്രം പോരാ. അപ്പം ഞാൻ കരുതിന്ന ജങ്ക് ജേർണലിങ് ചെയ്യാൻ കരുതി. ജങ്ക് ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്താണോ ഇല്ലത് അത് വെച്ചിങ്ങാണ്ടൊരു ജേർണലിംഗ് ചെയ്യുക. സോ അപ്പം ഞാനിന്ന് അത് ചെയ്യാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ളത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള ARRBൻ്റെ ബോർഡിംഗ് പാസ്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് ജങ്ക് ജേർണലിംഗ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാനിതിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് നോട്ട് ചെയ്താൽ ഞാൻ ഇങ്ങോട്ട് വന്നൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എനിക്ക് എന്താണോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ, സോ ഞാൻ അതിനെ പറ്റിയൊരു കുഞ്ഞ് നോട്ട് ചെയ്താന്ന് വെച്ചു. എനിക്കറിയാം ഞാൻ ഈ ചെയ്ത ജേർണലിങ് അത്ര പെർഫെക്റ്റ് അല്ല എന്നറിയാം. സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് പെർഫെക്റ്റ് കിട്ടണം എന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ ബെറ്റർ ആയിട്ട് വരും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞേക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ബീച്ചിലും പാടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.